ഹിമാചൽ പ്രദേശിലെ റോഹ്തങ് പാസിൽ വിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച തോമസ് ചെറിയാനെ ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹപാഠി പി.ടി. വർഗീസ്. സൈനിക സേവന പരിശീലനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ തോമസ് ചെറിയാനുമായി സംസാരിച്ച ഓർമ്മകളും പി.ടി. വർഗീസ് ജനം ടിവിയോട് പങ്കുവച്ചു. റോഹ്തങ് പാസിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട ഇലന്തൂരിലെ സൈനികൻ തോമസ് ചെറിയാനോടൊപ്പം ബാല്യകാലത്തിൽ പഠിച്ച സുഹൃത്താണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. പി.ടി. വർഗീസ് തോമസ് ചെറിയാനോടൊപ്പമുള്ള ബാല്യകാല ഓർമ്മകൾ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ചേട്ടാ നമസ്കാരം. എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് പഠിച്ച ആ കാലഘട്ടം എന്ന് ഓർത്തെടുക്കുന്നത്? കാര്യ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ ഒരു സമയത്ത് 4 വരെയായിരുന്നു, പിന്നെ അത് 5 വരെയായി. അങ്ങനെ അവിടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അവിടെ നിന്ന് പുള്ളി അവനങ്ങ് വേറെ പഠിക്കാൻ പോയി. പിന്നെ കാണുന്നത് പള്ളിയിൽ പോകുമ്പോഴൊക്കെ കാണും. ഇങ്ങനെ അവൻ്റെ അപ്പനെയും വീട്ടുകാരെയൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ ഈ ട്രെയിനിങ് കഴിഞ്ഞ് പട്ടാളത്തിൽ പോയി ചേർന്ന് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ്, പള്ളിയിൽ പോയിച്ച് വരുമ്പോഴാണ് ഇറങ്ങി ഞാൻ കാണുന്നത്. എന്നെ കണ്ടുകൊണ്ട് വർഗീസ് എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നാടാ വന്നതെന്ന് ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞ് വന്നിട്ടായി ഇതുപോലെ ഇന്നിപ്പോൾ പോകുമെന്ന് പറഞ്ഞു. പിന്നെ അറിയുന്നത് ഈ അപകടമാണ് അറിയുന്നത്. ഈ പഠനകാലത്തുള്ള ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അദ്ദേഹത്തോടൊപ്പം? കൊച്ചു പിള്ളേരില്ലേ അന്ന്, അങ്ങനെയുള്ള എന്ന് പറഞ്ഞ് കാണുമ്പോൾ അല്ല, ഒരു കൂടുതലായിട്ടൊന്നും അങ്ങനെയുള്ള പറയാനൊന്നും ഇല്ല. പുറത്ത് കൂട്ടുകാരല്ലേ കളിച്ച് നടക്കുന്ന ഒരു പരുവമാണ്. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞും പിന്നീട് ഹൈസ്കൂൾ തലത്തിലേക്കൊക്കെ എത്തുമ്പോഴും ഈ ചുറ്റുവട്ടത്തുള്ളവരല്ലേ, അപ്പം തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ. സ്കൂളിൽ പോകുന്നത് വേറെ സ്ഥലത്തൂടെ, നമ്മളെ ആ ഏരിയയിൽക്കൂടെയല്ല. അവർ പോകുന്നത് പിന്നെ വേറെ സ്ഥലത്തൂടെ അങ്ങ് പോകുന്നത് കൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടും പോരും, അവരങ്ങോട്ടും പോകുന്നതുകൊണ്ട് പിന്നെ അറിയത്തില്ല. പിന്നെ ഈ പള്ളി വരുമ്പോഴത്തെ കാഴ്ചയേ ഉള്ളൂ. ഈ വിവരം എന്നറിഞ്ഞിരുന്നു അദ്ദേഹം ഈ വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്ത? അത് അന്നേരം ഇങ്ങനെ ഇറങ്ങുമ്പോഴേ അറിഞ്ഞു. പിന്നെ പുള്ളിയുടെ അച്ഛനെ ഏറ്റവും വലിയ പരിചയം ഞങ്ങളുടെ അന്നത്തെ മെമ്പറൊക്കെ ആയിരുന്നുകൊണ്ട് എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ കാണാതായി, ഭൗതിക ശരീരം കിട്ടിയിട്ടില്ല എന്നൊക്കെ അന്ന് പിന്നെ പുള്ളിയുടെ അപ്പൻ പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം. കാരണം ആ കുടുംബക്കാരുമായി നമുക്ക് നല്ലപോലെ പരിചയമാണ്. ഇത്രയും കാലഘട്ടം കഴിഞ്ഞു, ഇത്രയും വർഷം, 56 വർഷം പിന്നിടുവാണ്. 22ാമത്തെ വയസ്സിലാണ് അത് മരണപ്പെടുന്നത്. അതിനുശേഷം ഈ ഭൗതിക ശരീരം കിട്ടിയെന്നറിഞ്ഞപ്പം എന്താണ് പഴയ കൂട്ടുകാരനോട് തോന്നിയത്? എന്താണ് മനസ്സിൽ അദ്ദേഹത്തിന് തോന്നിയത്? അന്നേരം കണ്ണുനീര് പൊഴിക്കാൻ കഴിഞ്ഞുള്ളൂ, കണ്ണുനീര് പൊഴിക്കാൻ കഴിഞ്ഞുള്ളൂ, അല്ല എന്താ പറയാ. അതുതന്നെയാണ്, കണ്ണുനീർ പൊഴിക്കുകയാണ്. അതിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരൻ്റെ ഭൗതിക ശരീരം കിട്ടിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വൈകാരികമായൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വൈകാരികമാണല്ലേ അവിടെ നിന്നുള്ള ഓരോ നിമിഷങ്ങളും. ഏതായാലും സൈനികന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വാഹനവ്യൂഹം അങ്ങോട്ടേക്ക് ഇലന്തൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.